കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ജില്ലയിൽ വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത് 2319 പോളിംഗ് ബൂത്തുകൾ. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 11,000-ഓളം ഉദ്യോഗസ്ഥരെ. ജില്ലയിൽ അതീവ സുരക്ഷയിൽ 48 ബൂത്തുകൾ. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണവുമായി UDF. LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ആയുധ വിവാദം അടിസ്ഥാനരഹിതമെന്ന് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. തൃശൂരിൽ UDF BJP തമ്മിലാണ് മത്സരമെന്ന് ആവർത്തിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപ്. വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 1.5 മാസത്തിലേറെ നീണ്ട പ്രചരണത്തിന് സമാപനമായതോടെ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ആലത്തൂരിലും, കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ്. ജില്ലയിൽ 2319 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 11,000-ലധികം ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. തൃശൂർ, വടക്കാഞ്ചേരി, നാട്ടിക, ഒല്ലൂർ മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സാമഗ്രികളുടെ വിതരണം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ നടന്നു. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ GPS ഘടിപ്പിച്ച വാഹനങ്ങളിൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചു. പോലീസിന്റെയും സെക്ടറൽ ഓഫീസർമാരുടെയും അകമ്പടിയോടെയാണ് ഉദ്യോഗസ്ഥരെ സാമഗ്രികൾ സഹിതം പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. ആലത്തൂർ ലോക്സഭാ വോട്ടെടുപ്പിനുള്ള കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. GPS ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലെത്തിക്കും. യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസറും ഉദ്യോഗസ്ഥരെ അനുഗമിക്കും. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ആകെയുള്ള 174 ബൂത്തുകളിൽ 1492 വോട്ടുകളുള്ള കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ 11-ാം നമ്പർ ബൂത്തിലും പൊയ്യ, അമ്പൂക്കൻ, കൊച്ചുവർക്കി ഹൈസ്കൂളിലെ 128-ാം ബൂത്തിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഏറ്റവും കുറവ് വടമ്മ കാട്ടിക്കരക്കുന്ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ബൂത്തിലാണ്. ഇവിടെ 318 വോട്ടർമാരാണുള്ളത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ P. വെമ്പല്ലൂർ SNK UP സ്കൂളിലെ 91-ാം നമ്പർ ബൂത്തിലാണ് കൂടുതൽ വോട്ടർമാരുള്ളത്. കുറവ് വെമ്പല്ലൂർ എയ്ഡഡ് മാപ്പിള LP സ്കൂളിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കയ്പമംഗലം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ആരംഭിച്ചു. മണ്ഡലത്തിലെ 153 ബൂത്തുകളിലേക്കാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. മണ്ഡലത്തിൽ ആകെ 1,77,825 വോട്ടർമാരാണുള്ളത്. വൈകിട്ടോടെ വോട്ടെടുപ്പിനുള്ള ബൂത്തുകൾ സജ്ജമാക്കും. ചേലക്കര മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചേലക്കര മണ്ഡലത്തിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ MA ആശയുടെ നേതൃത്വത്തിൽ 177 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളാണ് വിതരണം ചെയ്തത്. വിതരണ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചെറുതുരുത്തി SI വിനുരാജിന് കടുത്ത ചൂടിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ചാവക്കാട് MRRM സ്കൂളിൽ നടന്നു. പോലീസ് അകമ്പടിയോടുകൂടി 58ഓളം വാഹനങ്ങളായി ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചു. വോട്ടർമാരെ സഹായിക്കുന്നതിനായി BPLOമാരെ നിയോഗിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ 9 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ചാവക്കാട് നഗരസഭയിലെ പുത്തൻകടപ്പുറം, ബ്ലാങ്ങാട്, ഫിഷറി സ്കൂൾ, പുന്ന എന്നിവിടങ്ങളിൽ മൈക്രോ ഒബ്സർവർമാരുടെ സേവനം, വീഡിയോ റെക്കോർഡിംഗും സുരക്ഷയ്ക്കായി പ്രത്യേക സേനയും ഉണ്ട്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം കാർമൽ സ്കൂൾ ഹാളിൽ നടന്നു. 155 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഉപകരണങ്ങളാണ് മുഖ്യ വരണാധികാരി ചാലക്കുടി DFO M. വെങ്കടേശ്വരന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. ബസ്സുകളടക്കം 40 സ്വകാര്യ വാഹനങ്ങളിലാണ് സാമഗ്രികൾ കൊണ്ടുപോയത്. കൊരട്ടിയിലെ നാലുകെട്ട് ത്വക്കുരോഗ ആശുപത്രി കോളനിയിൽ പ്രത്യേക പോളിംഗ് സ്റ്റേഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിരപ്പള്ളി പഞ്ചായത്തിലെ വാച്ചുമരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആദിവാസി വിഭാഗത്തിന് മാത്രമായി ഒരു പോളിംഗ് സ്റ്റേഷനുമുണ്ട്.
ജില്ലയിൽ 48 പ്രശ്നബാധിത ബൂത്തുകൾ. പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചു. പ്രശ്നസാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് CAPF ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കും. വെബ്കാസ്റ്റിംഗ് സംവിധാനം, വീഡിയോഗ്രാഫർ, പോലീസ് സുരക്ഷ എന്നിവ പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ ഉറപ്പാക്കും. ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 5000-ഓളം പോലീസുകാരെ വിന്യസിച്ചു. തൃശൂർ സിറ്റി പരിധിയിൽ 3000-ഓളം പോലീസുകാരെയും റൂറൽ പരിധിയിൽ 2445 പോലീസുകാരെയുമാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. പോലീസിന് പുറമെ കേന്ദ്രസേനയെയും സ്പെഷ്യൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ്, വനംവകുപ്പ് ജീവനക്കാരും സുരക്ഷാ ഡ്യൂട്ടിക്കായി ഉണ്ടാകും. പ്രശ്ന സാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് 4 CAPF ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്നും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണവുമായി UDF. ആയുധങ്ങൾ വാഹനത്തിൽ നിന്ന് എടുത്തുമാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും UDF പുറത്തുവിട്ടു. ഇന്നലെ വൈകിട്ട് കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന വാഹന വ്യൂഹത്തിലായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ചേലക്കര മണ്ഡലത്തിൽ ആയുധങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് UDF പുറത്തുവിട്ടത്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഒരാൾ ആയുധങ്ങൾ പുറത്തേക്ക് മാറ്റുന്നത് വീഡിയോയിൽ കാണാം. അതേസമയം പ്രചരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളാണെന്നാണ് CPM വിശദീകരണം. CCTV ദൃശ്യങ്ങളുള്ളവരെ വിളിപ്പിക്കുമെന്ന് ചേലക്കര പോലീസ് വ്യക്തമാക്കി. ദൃശ്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെന്നും പോലീസ് വ്യക്തമാക്കി. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയത് ഇതിന്റെ ഭാഗമാണെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. നമുക്കിതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മാരകായുധങ്ങൾ എടുത്ത് കാറിൽ നിന്ന് പുറത്തിടുകയും CCTV ദൃശ്യങ്ങളിൽ അത് കണ്ടോ എന്ന് സംശയം തോന്നി കാറിന്റെ പിൻസീറ്റിലിരുന്ന ആള് കാർ പിന്നോട്ടെടുക്കാൻ പറയുകയും ആ തിരിച്ച മാരകായുധങ്ങൾ കാറിലേക്ക് എടുത്തിട്ട് കാർ പിന്നോട്ട് പോവുകയുണ്ടായിരുന്നു. മുന്നോട്ട് പിന്നെ കാർ പോയിട്ടില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് CPM-ഉം LDF-ഉം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. പ്രചാരണ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്ന UDF-ന്റെ ആരോപണത്തിന് മറുപടിയായി LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ. വാർത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വിവാദമാണ് ഇപ്പോഴത്തെ ആയുധ വിവാദം. പ്രചരണ ബോർഡുകൾ കെട്ടിമടങ്ങുന്നതിനിടെ വണ്ടിയിൽ കയറ്റി വന്ന പണിയായുധങ്ങൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പിനെ ബാലറ്റിലൂടെയാണ് നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ദൃശ്യങ്ങളിൽ കാണുന്നവരെ ചേലക്കര പോലീസ് വിളിച്ചുവരുത്തി മൊഴിയെടുത്തതായും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ബോർഡ് വീണ് കിടന്നിരുന്നു. ആ വീണ് കിടന്ന ബോർഡ് നേരെയാക്കാൻ വേണ്ടി 2 കഴുങ്ക് വെട്ടിക്കൊണ്ടുവന്നു. അത് പൊളിക്കും. അത് കഴുങ്ങിനെ പിഴുതുകൊണ്ടുവന്ന് അങ്ങനെ വെക്കാൻ പറ്റില്ല. അത് വെട്ടാൻ വേണ്ടി കത്തി വേണ്ടി വരും, കുഴിച്ചിടാൻ വേണ്ടി അലാങ്ക് വേണ്ടി വരും. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പ്രചരണമായ വാഹനം അതിൽ പോയപ്പോൾ അവർ വേഗം ഇതെല്ലാം മാരിക്കൂട്ടി ഇതെല്ലാം പണി കഴിഞ്ഞോടുകൂടി അവർ ഇതെല്ലാം മാരിക്കൂട്ടി ഈ പോയ വണ്ടിയിൽ എടുത്തിട്ട് അങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇതുമായിട്ട് പോകുന്നത് ശരിയല്ല. ആക്രമിക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ പിന്നെ അത് ഉപേക്ഷിക്കും. വഴിയിൽ CCTV ഉള്ള സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കുമോ? അപ്പം അങ്ങനെ ഒരു ലേമാൻമാരാണ് അവർ. അതുകൊണ്ട് അവർ എന്താ വെച്ചാൽ ഇത് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അത് പ്രചരണ വാഹനമല്ല. ഇപ്പം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധം കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിച്ചത്. അത് പ്രചരണ മൂല്യത്തിന് വേണ്ടി അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാഹനമല്ല, വേറെ ഏതോ വാഹനമാണ് ഉപയോഗിച്ചത്. പിന്നെ അത് ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതൊരു വാഹനം ആയുധമല്ല കെട്ടി എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. അത് വഴിയിൽ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോൾ കിട്ടില്ല എന്ന് വെച്ച് അത് മാറ്റി വയ്ക്കുകയും ചെയ്തു. ഇത്രയാണ് സംഭവിച്ചത്. അതിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പിന്നെ പ്രചരണ വാഹനത്തിൻ്റെ കൂടെ ആയുധം പിടിച്ചിട്ടുണ്ട്. പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. തൃശൂരിൽ UDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന് ആവർത്തിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP. CPM BJP അന്തർധാര വ്യക്തമാണെന്നും കോൺഗ്രസ്. ആലത്തൂർ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും UDF പരാതി നൽകി. സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K. രാധാകൃഷ്ണന്റെ ബന്ധുവിന്റെ കാറിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. വിഷയത്തിൽ രാധാകൃഷ്ണനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും തൃശൂരിൽ കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ സുരേന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ പ്രാദേശിക നേതാവ് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇറക്കി വയ്ക്കുന്നതും
പിന്നീട് ആ വണ്ടിയിൽ കയറ്റി വയ്ക്കുന്നതിന് ദൃശ്യങ്ങൾ കാണാനിടയായി. പരാജയ ഭീതി പൂണ്ട LDF ബോധപൂർവം അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. എന്തായാലും രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു ഉന്നതനായ CPM-ന്റെ നേതാവിന്റെ ഭാഗത്തു നിന്ന്, മന്ത്രി കൂടിയായ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ ബോധപൂർവമാണ് എന്നുള്ള സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തൃശൂർ ജില്ലയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ അക്രമമുണ്ടാക്കാനുള്ളതിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ മാരകായുധങ്ങൾ. അതുകൊണ്ട് സ്പെഷ്യൽ കേന്ദ്ര സേനയെ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമ വോട്ടർമാരുണ്ട്. ഇടത് BLOമാരുടെ സഹായത്തോടെ BJP-യാണ് ഇതിന് പിന്നിൽ. കാരണക്കാരായ BLOമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പോലും താമസിക്കാത്ത ആളുകൾ, ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളുടെ വിലാസത്തിൽ ഇവിടെ വോട്ട് ചേർത്തിരിക്കുകയാണ്. നിരവധി ഫ്ളാറ്റുകളിൽ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്തിയിട്ടുണ്ട്. ഈ വ്യാജ വോട്ടുകൾ ചേർക്കുന്നതിന് BLOമാരെ സ്വാധീനിച്ച് BJP-യാണ് അതിന് പണം ഒഴുക്കി ഈ ശ്രമം നടത്തിയിട്ടുള്ളത്. വ്യാജ വോട്ടർമാരെ പോളിംഗ് ബൂത്തിന് അകത്തും പുറത്തും തടയുമെന്ന് പറഞ്ഞ പ്രതാപൻ CPM BJP അന്തർധാര വ്യക്തമായ തൃശൂരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ UDF-ന് വോട്ട് ചെയ്യുമെന്നും LDF തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അഭിപ്രായപ്പെട്ടു. ഒരു വ്യാജ വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ UDF സമ്മതിക്കില്ല. തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ അന്തിമ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. തൃശൂരിൽ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. LDF 3-ാം സ്ഥാനത്തേക്ക് പോയി. അതിനേക്കാൾ ഗുരുതരമായ കാര്യം, CPM-ൽ ഒരു വിഭാഗം ഒരു ബൂത്തിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് 25 കേഡർ വോട്ടുകൾ BJP-ക്ക് മറിച്ച് നൽകാൻ നിർദ്ദേശം നൽകിയതായി സൂചന ലഭിച്ചിട്ടുണ്ട്. അതിനെതിരെ CPM-ൽ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കരമായ കലാപം പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. തൃശൂർ DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF നേതാക്കളായ PM അമീർ, PM കൃഷ്ണൻ, PM അനീഷ് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പുതുക്കാട് പള്ളി വികാരിയുടെ പേരിൽ വ്യാജ പ്രചരണം. പുതുക്കാട് പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ പേരിലാണ് വ്യാജ വീഡിയോ പ്രചരിക്കുന്നത്. സംഭവത്തിൽ വൈദികൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മാസങ്ങൾക്ക് മുൻപ് പ്രചോദി നികേതൻ കോളേജിൽ സുരേഷ് ഗോപി പങ്കെടുത്ത യോഗത്തിലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് വികാരി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രചോദി നികേതൻ കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമിലെ വീഡിയോയും ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഈ തെറ്റായ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് സൈബർ സെല്ലിൽ ഞാൻ തന്നെ നേരിട്ട് പ്രസ്തുത വാർത്തയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹാർദ്ദ തെരഞ്ഞെടുപ്പാക്കുന്നതിന്റെ ഭാഗമായി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഹരിത മാതൃക പോളിംഗ് ബൂത്ത് ഒരുങ്ങി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ പോളിംഗ് ബൂത്താണ് ഹരിത മാതൃകയിൽ ഒരുക്കിയിട്ടുള്ളത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പോളിംഗ് ബൂത്താണിത്. പച്ചയോല കൊണ്ടുള്ള സ്വാഗത ബോർഡ്, കുരുത്തോല തോരണം, വേസ്റ്റ് ബിൻ ആയി ഓലമെടഞ്ഞുകൊണ്ടുള്ള വല്ലം തുടങ്ങി പ്ലാസ്റ്റിക് മുക്തമാക്കിയാണ് ബൂത്ത് നിർമ്മിച്ചത്. കയ്പമംഗലം മണ്ഡലം ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ അഡ്ലി ഉസ്മാന്റെ നേതൃത്വത്തിലാണ് ഹരിത പോളിംഗ് ബൂത്ത് ഒരുക്കിയിട്ടുള്ളത്. 1300ഓളം പേരാണ് ഈ ബൂത്തിൽ വോട്ടവകാശം വിനിയോഗിക്കുക. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സേവാദൾ പ്രവർത്തകരും രംഗത്ത്. കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് വേണ്ടി വടക്കാഞ്ചേരിയിലും തിരൂരും, K മുരളീധരന് വേണ്ടി തൃശൂരും, ബെന്നി ബെഹനാന് വേണ്ടി ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത്. ജില്ലാ സേവാദൾ പ്രസിഡന്റ് PD റപ്പായി, നേതാക്കളായ ജോണി ചിറ്റിലപ്പള്ളി, KS സത്യൻ, TB സന്തോഷ്, അർച്ചന അശോക്, MA ജയശ്രീ, ബാബു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് ന്യൂ ലേബർ പാർട്ടി. ന്യൂ ലേബർ പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷിയാക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഡോക്ടർ EV മനോഹരൻ, ദിവാകരൻ പള്ളത്ത്, അഡ്വക്കേറ്റ് KV നരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തിരുവുത്സവത്തോടനുബന്ധിച്ച് 4ാം ഉത്സവം ആഘോഷിച്ചു. ശിവേലിക്ക് പെരുവനം പ്രകാശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. 100ഓളം കലാകാരന്മാരെ അണിനിരത്തിയായിരുന്നു മേള വിസ്മയം തീർത്തത്. വേനൽ ചൂടിനെ അവഗണിച്ച് 100 കണക്കിന് ഭക്തരാണ് ഉത്സവം ആസ്വദിക്കാൻ സംഗമപുരിയിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ ശിവേലിയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പുമായി 10 ദിവസമാണ് പ്രസിദ്ധമായ കൂടൽമാണിക്യം ഉത്സവം ആഘോഷിക്കുന്നത്. ശിവേലിക്ക് ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണു സംഗമേശന്റെ തിടമ്പേറ്റി. തിരുവമ്പാടി കണ്ണൻ വലതും ബാസ്റ്റിൻ വിനയസുന്ദർ ഇടത്തും കൂട്ടാനകളായി. 2 ഉള്ളാനകളടക്കം 17 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. ശിവേലിക്ക് ശേഷം ക്ഷേത്രത്തിനകത്തേക്കും പുറത്തേക്കും സ്പെഷ്യൽ പന്തലുകളിൽ കലാപരിപാടികളും ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ വിവിധ സ്ഥലങ്ങളിൽ ക്ഷേത്രകലകളും അരങ്ങേറും. രാത്രി ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഠത്തിപ്പറമ്പിൽ ബീന സുധാകരൻ ആലുവയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. 61 വയസ്സായിരുന്നു. ബലിതർപ്പണത്തിന് പോയതായിരുന്നു. പുത്തൻചിറ പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷൻ CPI പ്രതിനിധിയായിരുന്നു. മുന്നണി ധാരണയനുസരിച്ച് അടുത്ത മാസം ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPI നിർദ്ദേശിച്ചിരുന്ന ആളായിരുന്നു ബീന സുധാകരൻ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ 13 വയസ്സുകാരൻ തന്റെ ചിത്രം വരയ്ക്കുന്ന വീഡിയോ ഫേസ്ബുക്ക് സ്റ്റോറിയാക്കി ഫഹദ് ഫാസിൽ. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദ്രജിത്ത് ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ സിനിമയായ ആവേശത്തിലെ കഥാപാത്രമായി രംഗനെ വരച്ച് തന്റെ ഇൻസ്റ്റഗ്രാം ആർട്ട് പേജ് വഴി പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതാണ് ഫഹദ് ഫാസിൽ തന്റെ 20 ലക്ഷത്തിലധികം ആരാധകരുള്ള ഫേസ്ബുക്ക് പേജിൽ സ്റ്റോറിയാക്കിയത്. കൊടുങ്ങല്ലൂർ സ്വദേശികളായ കോവിൽപ്പറമ്പിൽ ശിവാനന്ദന്റെയും പുതിയേലത്ത് നിതാദേവിയുടെയും മകനാണ് കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ ഇന്ദ്രജിത്ത്. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി സർവ്വ ഐശ്വര്യ പൂജ നടന്നു. യജ്ഞാചാര്യൻ ഭാഗവത വേദാചാര്യ മുംബൈ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരി നേതൃത്വം നൽകി. സപ്താഹത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്രയും ഉണ്ടാകും. 28 ഉച്ചയ്ക്ക് ആറാട്ടോടെ യജ്ഞം സമാപിക്കും. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും എളവള്ളി ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി പുസ്തകപ്രേമിയായ അധ്യാപകരെ ആദരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റൈജുവിനെയാണ് കുട്ടികൾ ആദരിച്ചത്. ലഹരിക്കെതിരെ ജില്ലയിലെ 96 സ്കൂളുകളിൽ 4000-ലേറെ പുസ്തകങ്ങൾ പുസ്തക ചങ്ങാത്തം പദ്ധതി വഴി സൗജന്യമായി വിതരണം ചെയ്ത അധ്യാപകനാണ് 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയായ PJ സ്റ്റൈജു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് TK അനിൽ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ പരിശീലകരായ ജിതിൻ രാജ് PR, സിയാദ് MS, പരിശീലക വിദ്യാർത്ഥികളായ വിഷ്ണുദേവ് KA, കാർത്തികേയൻ KV എന്നിവർ പങ്കെടുത്തു. 4 ദിവസം മുൻപ് കാണാതായ മധ്യവയസ്കനെ തൃശൂർ പെരിങ്ങാവ് ജംഗ്ഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി 1-ാം മൈലിൽ ഒറവൻ പാടത്തെ വീട്ടിൽ ശശി എന്ന മാനുക്കുട്ടനാണ് മരിച്ചത്. ദേശമംഗലത്തെ വീട്ടിൽ നിന്നാണ് ഞായറാഴ്ച മുതൽ ശശിയെ കാണാതായത്. തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് വിവിധ ടൂർ പാക്കേജുകൾ ഒരുക്കിയതായി KSRTC പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൂറിസ്റ്റ് ട്രെയിൻ, വിമാനയാത്ര എന്നീ യാത്രാ പാക്കേജുകളാണ് ഒരുക്കുന്നത്. സാം ജോസഫ്, K ബിനുകുമാർ, വിനോദ് നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവനീതം കൾച്ചർ ട്രസ്റ്റ് അന്താരാഷ്ട്ര നൃത്ത ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 28-ന് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നൃത്തോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭാരത് കലാ ഭാസ്കർ പുരസ്കാരം കഥകളി ആചാര്യൻ കലാനിലയം ഗോപി ആശാനും ഭാരത് കലാരത്ന പുരസ്കാരം കുച്ചുപുടി കലാകാരി അമൃത ലാഹിരിയും ഏറ്റുവാങ്ങും. ബൽരാജ് സോണി, അഡ്വക്കേറ്റ് M സന്തോഷ് എഴുത്തച്ഛൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ജില്ലയിൽ വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത് 2319 പോളിംഗ് ബൂത്തുകൾ. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 11,000-ഓളം ഉദ്യോഗസ്ഥരെ. ജില്ലയിൽ അതീവ സുരക്ഷയിൽ 48 ബൂത്തുകൾ. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണമായി UDF. LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ആയുധ വിവാദം അടിസ്ഥാനരഹിതമെന്ന് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ.
പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. തൃശൂരിൽ UDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് ആവർത്തിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.